ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം. ബാഗും പഠനോപകരണങ്ങളും വിതരണം നടത്തി. ഭാരതീപുരം പഴയരൂർ LP സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗും പഠനോപകരണങ്ങളും വിതരണം നടത്തി. വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ നിർവഹിച്ചു. മനോഹരമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന്റെ അധ്യക്ഷ എന്റെ പ്രിയപ്പെട്ട സഹോദരി രാജി PTA പ്രസിഡന്റ്, ബാല്യകാല പഠിക്കുന്ന കാലം തൊട്ടുള്ള എന്റെ സുഹൃത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടപ്പുഴയിലെ പ്രിയങ്കരനായ എന്റെ സഹോദരൻ ശ്രീ സുരാജ് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം, ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അമ്മച്ചായൻ, ബഹുമാനായ പ്രിൻസണ്ണൻ, ബഹുമാനായ ഗോപേണ്ണൻ ഉൾപ്പെടെ സ്വാഗതം പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ ടീച്ചർമാർ, അധ്യാപകർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനൊരു ചടങ്ങിൽ സംബന്ധിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് അറേഞ്ച് ചെയ്തതാണ്, പക്ഷേ ഇപ്പോഴാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. എന്തായാലും വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുക, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുറച്ച് ബാഗും കുറച്ച് ബുക്കും ഒരു പെൻസിലും ഒരു റബ്ബറും ഒക്കെ ആയിട്ട് നിങ്ങളടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് ഒരു പ്രചോദനം. പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രധാന ജോലി എന്തുവാ? പഠിക്കുക എന്നുള്ളതല്ലയോ? പഠിക്കുക എന്നുള്ളതല്ല, മിടുക്കിയായി പഠിക്കുക, ഇല്ലയോ? മിടുക്കിയായി പഠിക്കണം, മിടുക്കനായി വളരണം. മിടുക്കനായി പഠിക്കുകയും വളരുകയും മാത്രമല്ല ചെയ്യേണ്ടത്, അധ്യാപകരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുമോ? എല്ലാവരും അധ്യാപകരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. സ്നേഹിക്കുണ്ടോ? എല്ലാവരും അധ്യാപകരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ബഹുമാനിക്കുമോ? അച്ഛനും അമ്മയും പറയുന്നത് മാത്രം കേൾക്കണം അധ്യാപകർ, കേട്ടോ? നമ്മളെല്ലാവരും പറയുന്നത് മാതാവ്, പിതാവ്, പിന്നെ ഗുരു, പിന്നെ ദൈവം. നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന ഇതുവാ, ദൈവത്തിന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലയോ? എപ്പോഴും പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ദൈവമേ, എനിക്ക് സ്വർഗം കിട്ടണേ, എനിക്ക് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം കിട്ടണേ എന്നാ പ്രാർത്ഥിക്കുന്നത്, അല്ലയോ? ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ തീർക്കണേ എന്നൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കത്തില്ലയോ? ഓരോ രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലര് ദൈവത്തെ വിളിക്കുന്നത് അമ്പലത്തിൽ പോയിട്ടാണ്, ചിലര് ചർച്ചിൽ പോയിട്ടാണ്, ചിലര് പള്ളിയിൽ പോയിട്ടാണ്. അങ്ങനെ വിവിധ രൂപത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവം ഒന്നാണ്, ഇല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഇല്ലേ? ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതായിരിക്കണം നമ്മുടെ ചിന്ത. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, എവിടെ പോകാൻ? സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിച്ചാൽ മാത്രം സ്വർഗം കിട്ടുമോ? കിട്ടത്തില്ല. സ്വർഗം കിട്ടണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ആദ്യം മാതാവിനെ ബഹുമാനിക്കണം. മാതാവെന്ന് പറഞ്ഞാൽ ആരാ? അമ്മ. അമ്മയെ ബഹുമാനിക്കണം. അമ്മയാണ്, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നാണ് പറയുന്നത്. അമ്മയുടെ കാലിൽ തൊട്ട് എപ്പോഴും നമസ്കരിക്കണം. അമ്മയെ ബഹുമാനിക്കുമ്പോൾ ആ അമ്മയിലൂടെ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും. രണ്ടാമതുള്ളത് പിതാവ്, അച്ഛൻ. അച്ഛനെ ബഹുമാനിക്കണം. രണ്ടാമത് ആരെ ബഹുമാനിക്കണ്ടേ? അച്ഛനെ ബഹുമാനിക്കണം.
PTA പ്രസിഡന്റ് രാജി രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ, മുൻ വാർഡ് മെമ്പർ കൊച്ചുമ്മച്ചൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ്, CJ ഷോം, അധ്യാപകരായ ആസിഫ, ഷിഫ, ഹരീഷ്മാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അടുത്ത വർഷം പഴയൂര് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണവും ബാഗും വിതരണം ചെയ്യുമെന്ന് സഞ്ജയ് ഖാൻ അറിയിച്ചു. ചാനൽ ന്യൂസ്, കുളത്തൂപ്പുഴ.